അന്ന് ദേവികയുടെ ഡ്രൈവർ ദേവികയെ അപായപ്പെടുത്താൻ ശ്രമിച്ച ദിവസം ഗിരി പറഞ്ഞതാ, നമുക്കറിയാവുന്ന ഒരാള് തന്നെ ദേവികയ്ക്ക് ഡ്രൈവറായിട്ട് വരണമെന്ന്. ദാ ഗിരി പറഞ്ഞതുപോലെ ഒരാളെ തന്നെ കിട്ടി. ഇനി മറ്റൊന്നും പേടിക്കാതെ ഏത് പാതിരാത്രിയിലും ദേവികയ്ക്ക് ഏത് മീറ്റിംഗിലും പങ്കെടുക്കാം, അല്ലേ? അല്ലാതെ ചന്ദ്രമതി മേഡം മുരളിയോട് പറഞ്ഞ് അവൻ ചന്ദ്രോത്ത് വന്ന് ചോദിക്കായിരുന്നു ജോലി. വാസ്തവത്തിൽ ഇത് മുരളി ഇങ്ങോട്ട് വന്ന് ചോദിക്കേണ്ടതല്ല, മുരളിയെ അങ്ങോട്ട് ചെന്ന് കണ്ട് ഡ്രൈവർ ആക്കേണ്ടതാ. അത്രയ്ക്കും എടുക്കനല്ലേ അവൻ. ദേവിക്കും വലിയ സന്തോഷമായി. അവൾക്ക് സന്തോഷാവും. അതിന്റെ കാരണം എന്താന്ന് ഞാൻ പറയട്ടെ. എന്താ? അവൾക്കിനി ഞെളിഞ്ഞു പറയാലോ, എന്റെ ചെലവില ഭാർഗവി ആന്റിയുടെ കുടുംബം കഴിഞ്ഞു പോകുന്നേന്ന്. ഇനി ഗൗരിയും ഭാർഗവി ആന്റിയും മുരളിയും ഒക്കെ അവളെ വലിയ മാഡമായിട്ട് കാണും. 1-ാം തീയതി ആകുമ്പോ അവളുടെ ഔദാര്യം പോലെ ശമ്പളവും കൊടുക്കും. അങ്ങനെ അവൾക്ക് കുടുംബത്തിനകത്തൊരു സ്ഥാനം കിട്ടും. അതിനു വേണ്ടിയാ മുരളിയെ തന്നെ ഡ്രൈവർ ആക്കിയത്. മഞ്ഞപ്പിത്തമുള്ളവർക്കേ കാണുന്നെല്ലാം മഞ്ഞയായിട്ട് തോന്നും. ദേവിക എന്ത് ചെയ്താലും നീ അതിലൊരു കുറ്റം കാണും. ഞാൻ ആരെയും മനഃപൂർവ്വം കുറ്റപ്പെടുത്താൻ വേണ്ടി ദാഹിച്ച് നടക്കല്ല. ശത്രുവാണെങ്കിലും ശരി, ഞാൻ സത്യം പറയൂ. അവളിപ്പോ ഏതോ സ്വപ്ന ലോകത്താ. അടുത്ത ഇലക്ഷൻ വരുമല്ലോ, അപ്പൊ കാണാം സ്വപ്ന ലോകത്തെ ബാലഭാസ്കരി പായം ചുരുട്ടി മടങ്ങുന്നത്. അടുത്ത ഇലക്ഷനിലെ ദേവിക്ക് ഇരട്ടി ഭൂരിപക്ഷമായിരിക്കും, നീ കണ്ടോ? ഇരട്ടിയാക്കണ്ട, മുഴുവൻ ഓട്ടും അവള് തന്നെ പിടിക്കൂന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ദേവിക ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരല്ലേ? അവള് നടത്തുന്നതെല്ലാം പക്കാ PR വർക്കാ. കാശ് കൊടുത്ത് ഇമേജ് ഉണ്ടാക്ക. ദേവിക അമ്പലത്തിൽ പോയ അത് വാർത്ത. തിരക്കിനിടയിൽ MLA ദൈവത്തിനെ മറന്നില്ലാന്ന്. കഴിഞ്ഞ ദിവസം വഴിയിൽ നടന്നുപോയ പ്രായമായ സ്ത്രീയെ അവള് കാറ് കയറ്റി ആ സ്ത്രീയുടെ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കുന്നൊരു വാർത്ത ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് അവളത് ചെയ്തേ? ദേവിക്ക് നന്മ ഉള്ളതുകൊണ്ട്. അയ്യോ, നന്മ ഗാന്ധിജിയുടെ അടുത്ത ആളല്ലേ? അതും കാശ് കൊടുത്ത് നടത്തിയ നാടകമായിരുന്നു. അതായത് ഒരു സ്ത്രീയെ വഴിയിൽ സെറ്റ് ചെയ്ത് നിർത്തി കൂലിക്ക്, ബാക്കി നടന്നതൊക്കെ ഡ്രാമയാ. മുരളിയെ ജോലിക്കാരനാക്കിയതും ഡ്രാമയാ. ചങ്കെടുത്ത് കാണിച്ചാലും ചിലർ ചെമ്പരത്തി പൂവെന്നേ പറയൂ. ചിലര് ചെമ്പരത്തി പൂ കണ്ടാലും അയ്യോ എന്റെ ചങ്കേന്ന് പറയും. അതെ, നിന്നോട് തർക്കിക്കാൻ ഞാൻ ഇല്ല രജനി. നിനക്ക് അസൂയ. പിന്നെ അസൂയപ്പെടാനുള്ള ഭൂലോക റാണിയല്ലേ? ഒരു ഡൂക്കിലി MLA എങ്ങനെയോ ജയിച്ചു. അല്പന ഐശ്വര്യം വരുമ്പോ അർദ്ധരാത്രിയിലും കൊട പിടിക്കുമല്ലോ. ആ കൊട പിടിക്കില്ല അവളിപ്പം നടത്തുന്ന. അമ്മേ, നല്ല തല്ലുകൊള്ളിത്തരം പറയുന്ന ഭാര്യയെ വല്ലപ്പോഴൊക്കെ തല്ല അല്ലേ? രജനിയുടെ വാക്കുകൾ ഇത്തിരി കടന്നു പോകുന്നു. അതിന് നീ അവളെ തല്ലിയൊന്നും വേണ്ട. തല്ലാനൊന്നും പാടില്ല ഭാര്യയെ. ഓ, അമ്മായിയമ്മയുടെ സപ്പോർട്ടേ